തായ്ലൻഡിലെ പട്ടായ നഗരത്തിലെ വിവിധ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇപ്പോൾ ജെയിംസ് ഗാലറി എന്ന ആഭരണശാലയിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. പട്ടായ സിറ്റിയിലെ ഏറ്റവും വലിയ അത്യാഡംബര ആഭരണശാലയാണ് ഈ ജെയിംസ് ഗാലറി എന്ന് പറയുന്ന ശാല. പട്ടായയിലെത്തുന്ന ഏതൊരു യാത്രികനും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥാപനം കൂടിയാണിത്. രാവിലെ മുതൽ തിരക്കാരംഭിക്കുകയായി. പട്ടായ സന്ദർശിക്കുന്ന എല്ലാ യാത്രാ ഗ്രൂപ്പുകളും ഈ ആഭരണശാല നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ്. അത്ര അത്യപൂർവമായ ആഭരണ ശേഖരമാണ് ഈ ആഭരണശാലയിൽ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്യാഡംബര ആഭരണശാലകളിൽ ഒന്നുകൂടിയാണ് പട്ടായയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജെയിംസ് ഗാലറി എന്ന ആഭരണശാല. ഏതാണ്ട് 1200 സ്ക്വയർ ഫീറ്റ് പരന്നു കിടക്കുന്ന വിശാലമായ ഷോറൂമാണിത്. ലോകത്ത് എമ്പാടും പല രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ജെയിംസ് ഗാലറി LLC എന്ന ഗ്രൂപ്പിൻ്റെ വലിയ ഒരു ആഭരണശാലയാണ് ഇപ്പോൾ നാം സന്ദർശിക്കുവാനായി എത്തിയിരിക്കുന്നത്. ഇവിടെ വന്ന് തായ് ജനതയുടെ പരമ്പരാഗതമായ സ്വീകരണത്തിന് ശേഷം അവർ ഇതിനുവേണ്ടി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന വാഹനങ്ങളിൽ ടണലിനുള്ളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അമൂല്യങ്ങളായ വജ്രങ്ങളും വൈഡൂര്യങ്ങളും മരതകവും മുത്തും പവിഴവും എല്ലാം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് വേണ്ട വിധത്തിൽ കട്ട് ചെയ്ത് ആഭരണങ്ങളാക്കി അമൂല്യ രത്നങ്ങളാക്കി മാറ്റുന്നത് എന്നും ദൃശ്യമാധ്യമത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഷോയുണ്ട്. ആ ഷോ കണ്ട് നാം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഏതെല്ലാം പ്രോസസ്സിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ എത്തുന്ന ഓരോ അമൂല്യ വജ്രങ്ങളും ഓരോ പവിഴവും അതുപോലെ തന്നെ മുത്തും വജ്രവും വൈഡൂര്യവും മരതകവുമെല്ലാം രൂപപ്പെടുന്നത് എന്ന ഒരു ഐഡിയ നമുക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. ഇങ്ങനെ കാലങ്ങളോളം ഭൂമിക്കുള്ളിൽ നിരന്തരമായ വിവിധ രാസപ്രവർത്തനങ്ങൾക്കും മറ്റ് അനവധി പ്രവർത്തനങ്ങളുടെയും ഫലമായി രൂപപ്പെടുന്ന അമൂല്യ വസ്തുക്കളാണ് വജ്രങ്ങളായും വൈഡൂര്യങ്ങളായും മരതകമായും നമുക്ക് ലഭിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് ഇവ ഖനനം ചെയ്തിരുന്നതെന്നും അതിന് ഉപയോഗിച്ചിരുന്ന ഉരുപ്പടികളും അതുപോലെ തന്നെ മറ്റ് അനധാരികളും എന്തായിരുന്നു എന്നും നമുക്ക് ഈ ഓഡിയോ വിഷ്വലിലൂടെ ഇവർ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ഭൂമിക്കടിയിൽ നിന്നും തുരന്നെടുത്ത് ആ മണ്ണ് മുകളിലെത്തിച്ച് ആ മണ്ണ് കഴുകി വൃത്തിയാക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന അമൂല്യ വസ്തുക്കളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ വജ്രവും വൈഡൂര്യവും മരതകവുമെല്ലാം. ഇതിന് വലിയൊരു നീണ്ട പ്രോസസ്സ് തന്നെ ആവശ്യമാണ്. ആദ്യം ഭൂമി തുറന്ന് അതിലെ മണ്ണ് ശേഖരിക്കുക, അതിനുശേഷം അതിനെ മേലെ എത്തിക്കുക, അതിനുശേഷം അത് നന്നായി കഴുകി അതിനകത്തുള്ള ഈ അമൂല്യങ്ങളായ വസ്തുക്കളെ വേർതിരിച്ചെടുക്കുക, അതിനുശേഷം അതിനെ വേണ്ട വിധത്തിൽ പ്രോസസ്സ് ചെയ്ത് കട്ട് ചെയ്ത് ഏത് വലിപ്പത്തിലും ഏത് ഭംഗിയിലുമാണോ വേണ്ടത് ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇങ്ങനെ പല പ്രോസസ്സിന് ശേഷം ലഭിക്കുന്നതാണ് നമുക്ക് നമ്മുടെ കയ്യിൽ എത്തിപ്പെടുന്ന ആഭരണങ്ങളിലെ ഓരോ വജ്രവും വൈഡൂര്യവും മരതകവുമെല്ലാം. ഇങ്ങനെ പല പ്രോസസ്സുകൾക്ക് ശേഷം എത്തിച്ചേരുന്ന ഈ അമൂല്യ വസ്തുക്കളെ എങ്ങനെയാണ് ആഭരണങ്ങളാക്കി മാറ്റുക എന്നതാണ്
നമുക്ക് അടുത്തതായി ഇവർ കാണിച്ചു തരുന്നത്. വിശാലമായ ഈ ആഭരണശാലയ്ക്കുള്ളിൽ വിവിധങ്ങളായ ആഭരണങ്ങൾ നിർമ്മിക്കുന്ന അനേകം ജോലിക്കാരും ഇവിടെയുണ്ട്. ഇവർ നിർമ്മിച്ച ആഭരണങ്ങൾ ധരിച്ച വിശിഷ്ട വ്യക്തികളുടെ ഒരു ഗാലറിയും നമ്മുടെ ശ്രദ്ധയ്ക്കായി ഇവർ ഒരുക്കിയിട്ടുണ്ട്. ആഭരണങ്ങൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നും കട്ട് ചെയ്യുന്നതെന്നും വേണ്ട വിധത്തിലേക്ക് മാറ്റുന്നതെന്നും കാണിക്കുന്ന വിവിധ ഓഡിയോ വീഡിയോ വിഷ്വൽസാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുക. ഇങ്ങനെ ഈ ആഭരണശാലയിൽ നിർമ്മിച്ച വിശിഷ്ടമായ ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന പ്രമുഖ വ്യക്തികളുടെ ഫോട്ടോകളും ഇവരുടെ നമ്മുടെ ശ്രദ്ധയ്ക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം വിശാലമായ ആഭരണശാലയിലേക്ക് കടന്ന് ഇവിടെ നിർമ്മിക്കുന്ന വിവിധങ്ങളായ ആഭരണങ്ങളും അത് നിർമ്മിക്കുന്ന രീതിയും ഇവിടെ ലഭ്യമായ വിശാലമായ ആഭരണ കളക്ഷനും എല്ലാം കണ്ട് നമുക്ക് ഏതെങ്കിലും ആഭരണങ്ങൾ വാങ്ങിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് ആഭരണങ്ങൾ സെലക്ട് ചെയ്യുവാനും ആഭരണങ്ങൾ വാങ്ങിക്കുവാനുമുള്ള ഒരു അവസരവും ഇവർ ഒരുക്കുന്നുണ്ട്. ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ നാം ടാക്സ് കൊടുക്കണമെങ്കിലും ഇവിടെ നിന്നും നാം തിരികെ എയർപോർട്ടിലെത്തുമ്പോൾ നാം തിരികെ നമ്മുടെ നാട്ടിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാം ടാക്സായി ഇവിടെ നൽകിയ ഓരോ പൈസയും നമുക്ക് എയർപോർട്ടിൽ നിന്നും റീഫണ്ട് ലഭിക്കുന്നതാണ്. ഇങ്ങനെ വിശാലമായ ആഭരണശാലയ്ക്കുള്ളിൽ നടന്ന് ആഭരണശാലയിലെ വിശാലമായ ആഭരണ കളക്ഷനും കണ്ട് ഒത്തിരിയേറെ സന്തോഷത്തോടെ ഇപ്പോൾ നാം പുറത്തേക്ക് ഇറങ്ങുകയാണ്.